ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നില്ലേ ഈ വീഡിയോ സ്റ്റാർട്ടാകുന്നത് ഒരു വൈകുന്നേരം മുതലുള്ള വീഡിയോ ആണ്. വൈകുന്നേരത്തും തുടങ്ങാം നമുക്ക്. അധികം നമ്മൾ ചായ കുടിക്കുന്നതായിട്ട് നല്ല തുടങ്ങുന്നതല്ലേ. അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്തെ വീഡിയോ എടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ടൗണിൽ പോകേണ്ട ആവശ്യമെല്ലാം ഉണ്ടായിന്. എന്ത് കഥയെന്നറിയോ, നമ്മളനിയത്തിൻ്റെ മോളെ കാവുത്തലുണ്ട് നെൽറ്റേ. അപ്പോൾ അവൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് സൈക്കിൾ കൊടുക്കാന്നിട്ട് അങ്ങനെ സൈക്കിളിൻ്റെ ഷോപ്പിലേക്ക് വന്നിനെ. ഒന്ന് ഓരോന്നോരോന്ന് നോക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് ഫൈനൽ ഈ സൈക്കിളാണ് ഉറപ്പിച്ചത്. അപ്പോൾ ഇതെല്ലാം മേങ്ങിയിട്ടായതിന് ശേഷം ഇല്ലേ, അത് നല്ല കളിയിലുണ്ട്. സൈക്കിളെല്ലാം കണ്ടതല്ലേ, ആണുപിള്ളേർക്ക് ഇങ്ങനത്തോടല്ല ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ ഇങ്ങനത്തെ ഐറ്റംസിനോടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അവന് വണ്ടിയിൽ ഉറങ്ങുന്നതുകൊണ്ടില്ലേ വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വന്നിനെ ഇറങ്ങിയാലോ. അവൻ ഉറങ്ങുമെന്ന് വെച്ചിട്ട് സൈക്കിൾ കാണണം അങ്ങ് ഉറക്കുന്ന അടിച്ചിട്ട് വന്നിനെ സൈക്കിൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം നോക്കിയിട്ടായിട്ട് ഒന്ന് സെലക്ട് ആക്കിയിട്ട് ആയതിന് ശേഷം പിന്നെ നമ്മൾ അതിനെ അവിടെ ഒരു ദിവസം മുമ്പ് പരിപാടി ഉണ്ടായിന് അനിയത്തിൻ്റെ. നമ്മൾ തന്നെ കുറച്ച് ഓളപെരക്കാർ നമ്മളെല്ലാം കൂടിയിട്ട് ഒരു ബുർദ വൈത്തോല്ലാം പാടിയിട്ട് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ആ പോകുമ്പോൾ തന്നെ കൊണ്ടുപോകാന്നുള്ള വെച്ചിട്ട് അങ്ങനെ പ്ലാൻ ആക്കിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം അടുക്കെത്തുമ്പോൾ രാത്രി 8 മണിയെന്തോ ആയിന് രാത്രി. എൻ്റെ സൈക്കിളെല്ലാം മേങ്ങിയിട്ട് വണ്ടിയിൽ വെച്ചിട്ട് ആയതിനു ശേഷം ഇങ്ങനെ വേറൊരോന്നോരോ സൈക്കിളെല്ലാം ഉണ്ടായിന്. അതിനെത്ര എന്നുള്ള ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നേ ചോദിക്കുന്നുണ്ട്. കാസർഗോഡ് നിന്നാണ് ഞാൻ മേങ്ങിയത്. കാസർഗോഡ് ആ തളങ്കര പോകുന്ന അടുത്ത് ഇല്ലേ, എന്തിപ്പോൾ പേര് ഓർമ്മയില്ല, ആടെ നിന്നാണ് മേങ്ങിയത്. അന്ന് ഞാൻ എൻ്റെ തന്നുക്കും ആടെ തന്നെ മേങ്ങി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് അതിന്. അങ്ങനെ ആടെ തന്നെ പോയിട്ട് മേങ്ങി. എന്നിട്ടായിട്ട് ഒരു ദിവസം മുമ്പല്ല 2 ദിവസം മുമ്പ് മേങ്ങി സൈക്കിള്. വരുന്ന ഫുള്ള് വണ്ടിയിലുണ്ടായി ഇടുക്കിയിൽ തന്നെ. അങ്ങനെ അപ്പോൾ അത് മേങ്ങിയിട്ടെല്ലാം വന്നിട്ടായതിന് ശേഷം ഇല്ലേ, പിന്നെ നാം രാവിലെ ചായ എല്ലാം കുടിച്ചിട്ടായതിന് ശേഷം കേക്കിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടില്ലേ, കേക്കിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ ഇല്ലേ ഉച്ചക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് രാത്രി ഞാൻ ക്രം കോട്ടെല്ലാം ആക്കിയിട്ട് വെച്ചിന്. അപ്പോൾ ഫൈനൽ കോട്ട് രാവിലെയാണ് ചെയ്തത്. ഈ ചായ കുടിയും കേക്കെല്ലാം കേക്ക് ഉണ്ടാക്കലെല്ലാം ഒന്നിച്ചിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇരുന്നിട്ടിപ്പോൾ ചായ കുടിക്കാനില്ലേ കയ്യിലേ ഇല്ല. കുറേ ദിവസമായി രാവിലെ എല്ലാവരും നല്ല ഓർഡർ ഉണ്ടാകും, തിരക്കുണ്ടാകുന്ന ഈ ഗൾഫിലേക്ക് കൊണ്ടുവന്ന അപ്പായെങ്കിലും അല്ലെങ്കിൽ ബീഫ് കറി എന്തെങ്കിലും ഒന്നുണ്ടാകുന്നു രാവിലെ സ്കെച്ചിട്ട് ആ കിച്ചണിലേക്ക് കഴിഞ്ഞ പാട് ഓർഡറെല്ലാം എടുക്കാൻ നല്ല ഇൻട്രസ്റ്റാണ്. ഇപ്പം ഈ ഒരു ഉച്ചക്ക് വൈകിട്ട് രാത്രിയെല്ലാം എടുക്കുമ്പോൾ ഒരു മടിയാണ്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ അറിയാം, രാവിലെ നമുക്കൊരു എനർജി ഉള്ളൊരു ടൈം രാവിലെ അല്ല. അപ്പം അപ്പന്നെ പേ ചെയ്യലാന്ന് ഞാൻ. അങ്ങനെ പിന്നില്ലേ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്താ പറയുക, ഉസ്താദിൻ്റെ ചോറ് സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ വീഡിയോ ചെയ്യാനേ കഴിഞ്ഞിട്ട് എടുത്തിട്ടെല്ലാം വെക്കും ഞാൻ വീഡിയോസ് എല്ലാം. ഇപ്പോൾ എത്രയോ പെൻഡിങ് ഉണ്ട്. അനിയത്തിൻ്റെ മോളെ നിക്കാഹ് നിന്ന് കാവുത്തലിൻ്റെതെല്ലാം മിഞ്ഞാന്ന് കഴിഞ്ഞിന് കാവുത്തൽ. അപ്പോൾ കുറേ വീഡിയോസ് ഉണ്ട്, കുറേ ആൾ ഇടാന്തിൽ കുറേ ആയി മെസ്സേജ് അയക്കുന്നത്. അപ്പം ഓർഡറും ഉണ്ടായിരുന്നു ഇടയിൽ. അങ്ങനെ അതും ഇതെല്ലാം കഴിഞ്ഞില്ല. അപ്പോൾ അതാ നിങ്ങൾ കത്തി കണ്ടിട്ട് പേടിക്കണ്ട, ഞാൻ തേങ്ങ പൊളിക്കുന്നുണ്ട് ഇപ്പുറത്തെ പുട്ടിനല്ല കടലക്കറക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നെ കത്തി വെച്ചതാന്ന് പറഞ്ഞാൽ അങ്ങനെതാ ഓരോരോരിടത്ത് നടന്നുകൊണ്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ ചട്ടിയിൽ ഇടിയപ്പത്തിൻ്റെ അത് ബാറ്ററി സെറ്റാകുന്നുണ്ട്. പിന്നെ പാല് വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. പിന്നെ ഇത് പുട്ട് റെഡിയാകുന്നുണ്ട്. പിന്നെ കടലക്കറി റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് 8:15 പുസ്തകം വരുന്നു പെയ്യും. അങ്ങനെ ആ ബെരുമ്പക്ക് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ട് എൻ്റെ ഇവിടെ എപ്പോൾ വന്നങ്ങ് വെയിറ്റ് ആക്കല എന്താ പറഞ്ഞാൽ അത് ഈ ഉസ്താക്കായെങ്കിലും ഒരു 10 മണിക്കൂറെല്ലാം വെയിറ്റ് ആക്കാണ്ടത് കഴിഞ്ഞേയില്ല. നമ്മളതെല്ലാം സെറ്റാകുമ്പോൾ അത് എന്തായാലും അത്ര ടൈമാണ്. അങ്ങനെ അപ്പം ഞാൻ ഇതിൻ്റെ പണിയെടുക്കുമ്പം ഇടയിൽ റിപ്പീറ്റ് ആക്കിയിട്ടെല്ലാം തരുന്നുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ ഭയങ്കര ടാസ്ക് ഇതിനെ പിടിച്ചിരിക്കുന്നില്ല. ഇതാണ് ഭയങ്കരത്തിൻ്റെതല്ലേ. അപ്പോൾ ഇല്ലെങ്കിൽ മിതാദിനാണ് ഈ ഡ്യൂട്ടി. ഇപ്പോൾ ഇവർ വന്നതുകൊണ്ടില്ലേ മിതാദിന് കുറച്ച് റെസ്റ്റ്, അതിൻ്റെ ഒരു എല്ലാം ഇവരാണ് ഹെൽപ്പാക്കുന്നത്. അപ്പോൾ ഞാൻ അവനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ അസ്രലി വേണ്ട ഞാൻ ഇതാക്കാന്നിട്ട് അങ്ങനെ ഞാൻ എല്ലാ ബൗൾ കാട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, തിരിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിനില്ല ഏകദേശം 8 മണി 8:15 ആയിനൂറ് വന്നിട്ട് അപ്പുറത്തെ ഉസ്താദിന് ചോറിൻ്റെ ആൾ വന്നിട്ട് അപ്പുറത്ത് വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പമാണ് പുട്ടുവാണല്ലോ. അങ്ങനെ എല്ലാം റെഡിയാകുന്നുണ്ട്. ചൂട് ഇടിയപ്പവും പാലെല്ലാം റെഡിയാകുന്നുണ്ട്. പക്ഷേ ഇടിയപ്പം പാലില്ലേ ചൂട് കഴിക്കാൻ പാകില്ലല്ലേ. നിങ്ങൾക്കെല്ലാം എങ്ങനെ ഇഷ്ടമോ ചൂടാറിയത്? നമുക്ക് ഇടിയപ്പം പാലില്ലേ ചൂട് ആറിയതിന് ശേഷമാണ് നല്ല പാങ്ങണ്ട. തണിഞ്ഞിട്ടാകുമ്പോൾ ചൂട് കഴിക്കാനൊരു പാങ്ങണ്ടെന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം കമൻ്റ് ആക്കുക നിങ്ങൾക്ക് ചൂടാണ് ഇഷ്ടം ചൂടില്ലാത്തതായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ തന്നോട് ഫോണിൽ നീ വീഡിയോ എടുക്കുന്നിട്ടാകുമ്പില്ലേ ഓരോന്നേ ചെല്ലുന്നേണ്ട് നോക്കിയിട്ട് അങ്ങനെ അൽഹംദുലില്ലാ ഇടിയപ്പവും
റെഡി ആയിന്, പാല് റെഡി ആയിന്, പുട്ട് കടലക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ക്രീം ബീറ്റാക്കുന്നുണ്ട്, അതിന് ഫിനിഷ് വർക്കാക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതെല്ലാം വീഡിയോ ചെയ്യാൻ കഴിയില്ല, അങ്ങനെ അത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചെന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ റെസിപ്പി കാണിക്കാതെ കുറേ ആളെ കമൻ്റ് ഇടുന്നുണ്ട്. മറ്റേ മന്തിൻ്റെ കാണിക്കോ, ചിക്കൻ ഞാനെന്തോ ചിക്കൻ കറി കാണിച്ചിരുന്നു, അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കോ. പിന്നെ നെയ്യപ്പത്തിന് ഞാൻ കുറേ കേട്ടോ വീഡിയോയിൽ കാണിച്ചിരുന്നു. നിങ്ങൾ എൻ്റെ തനാസ് കിച്ചൺ ഒന്ന് സെർച്ച് ആക്കിയാൽ കിട്ടും. മുമ്പെല്ലാം ഞാൻ നെയ്യപ്പത്തിൻ്റെ കുറേ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ ദിവസമായില്ല റെസിപ്പി ഒന്നും ഇല്ലാതെന്നല്ല പറയുന്നുണ്ട്. അതിന് ഇപ്പോൾ നോമ്പി അങ്ങനെ ഇങ്ങനെ ഓർഡർ അങ്ങനെ എല്ലാം ഇല്ലേ, അതുകൊണ്ട് നമുക്ക് റെസിപ്പി എടുക്കാനേ കഴിയില്ല. ഇൻഷാ അല്ലാ ഇനി മുതൽ റെസിപ്പിയെല്ലാം ചെയ്യാണ്ട്. പിന്നെ വളയിൽ എത്ര പവനുണ്ട്, വള മേങ്ങിയതാ വള കൊടുന്നതാ, എത്ര പവനുണ്ട് ഞങ്ങൾ അറിയാതെ നീ വള മേങ്ങിയെന്നല്ല ചോദിക്കുന്നുണ്ട്. അതിന് വള മേങ്ങിയതല്ല ഞാൻ പറഞ്ഞിട്ട് അവർ വരുമ്പോൾ കൊടുന്നത് ഗൾഫിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ അതിലെത്ര പവനെന്ന് അറിയില്ല, 2-2.5 പവൻ അങ്ങനെ എന്തോ പറഞ്ഞിന്, നേരെ അറിയില്ല. അങ്ങനെ അപ്പോൾ ചുട്ടുചാരി രാവിലെ തന്നെ ഇച്ചാക്കും ഭാവിക്ക് ഉമ്മാക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇടിയപ്പം പാലെല്ലാം അങ്ങനെ പൂച്ച ഭയങ്കരത്തിൽ കരിഞ്ഞോണ്ട് വരുന്നുണ്ട്. എനിക്കൊന്നും തരുന്നില്ല. അതിന് ഇടിയപ്പം പാല് അങ്ങനത്തെ വെജ് എന്തോ പൂച്ചക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു, 2 ചെറിയൊരു പീസ് ചിക്കന് കൊടുത്തിട്ട് അതങ്ങനെ വേറെ നിറച്ച് പോയി. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഫുഡെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം ഞാനും മക്കളെല്ലാം ഇരിക്കുന്നുണ്ട്. മാപ്പിളയും മക്കളും ഞാനും എല്ലാവരും അങ്ങനെ വന്നിട്ട് ഓരോ സ്കൂളത്തെ ടിഫിന് സംഭവങ്ങളെല്ലാം റെഡിയാക്കണ്ടേ, അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ നമുക്ക് ഇനിയും കുറേ പണിയുണ്ട്. എന്താ പറയുക, 2 ഫങ്ഷന് പോകാനുണ്ട്. ഒരു മംഗലമുണ്ട്, പിന്നെ ഒരു തൊട്ടിലിട്ടലുണ്ട്, പിന്നെ രാത്രി ഓർഡർ ഉണ്ട്, അനിയത്തിനോട് പോകാണ്ട് എന്തെല്ലോ പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മേ പണിയെല്ലാം ഒത്തരാക്കിയിട്ട് നിൽക്കാം. അപ്പോൾ ഉസ്താദിനില്ലേ ഉച്ചയ്ക്ക് ഞാൻ സാമ്പാറും മീൻ ഫ്രൈയും ചോറുമാണ് കൊടുത്തത്. മറ്റേ അൽസണ്ട മറവും കൊടുത്തതാണ് ഉച്ചക്ക്. അങ്ങനെ സാമ്പാർ കൂട്ടാതെ കുറേ ദിവസമായി, കാണുമ്പോൾ എന്തോ ഒരു പൂതിയായിരുന്നു സാമ്പാർ കൂട്ടാന്ന്. അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, ചൂടോടെ ഞാനൊരു പാത്രത്തിലിട്ട് ഇങ്ങനെ ഉപ്പെല്ലാം ടേസ്റ്റെല്ലാം നോക്കിയിട്ട് നല്ല പാങ്ങല സാമ്പാർ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ ബിരിയാണിനെ കണ്ടിട്ടില്ല, ഒരു ഭാഗം പിടിഞ്ഞറിഞ്ഞാൽ പോയിട്ടും വന്നിട്ടും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തോന്നിട്ട് ഭയങ്കര ബിരിയാണി വയ്ക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാമ്പാറും കൂട്ടി 2 ഗ്ലാസ് വെള്ളമെല്ലാം കുടിച്ചിട്ട് പോയത്. അന്നെങ്കിൽ ചോറ് വയ്ക്കണ്ടെന്നിട്ട് ഈ ബിരിയാണിയെല്ലാം വേവിച്ചിട്ടില്ല, പിന്നെ തടി ഓവറാകുമ്പോൾ പെടാന്ന് എന്താവും എന്നിട്ട് അങ്ങനെ. അപ്പോൾ പൊട്ടാറ്റവും വെഞ്ഞകുമ്പ് വെണ്ടക്ക എല്ലാം തക്കാളി എല്ലാം ഇട്ട സാമ്പാറായി. അങ്ങനെ അതെല്ലാം ആയതിന് ശേഷം ഇല്ലേ ഉസ്താക്ക് നമ്മൾ ഓരോ പേരാൻ കാത്തിട്ടില്ല, നമ്മൾ പോകുമ്പോൾ തന്നെ കൊടുത്തതാണ്. നമുക്ക് കുറേ ആവശ്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഉസ്താക്ക് കൊടുത്തിട്ടായിട്ട് തൊട്ടിലിട്ടൊരു നേരത്തേക്ക് പോകാനുണ്ട്, അത് കഴിഞ്ഞിട്ടായിട്ട് മംഗലത്തിന് പോകാനുണ്ട്, അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ കേക്ക് റെഡിയാക്കിയിട്ട് വെച്ചിട്ട് രാവിലെ തന്നെ ഓറ് വരുന്നതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓറ് വരുന്നതിന് മുമ്പ് എല്ലായിടത്തേക്ക് പോയിട്ട് വരണം. പിന്നെ രാത്രി ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അനിയത്തിൻ്റെ രാത്രി പോകാനുണ്ട്. ഇത് അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ കാവുത്തുന്നതിന് ഒരു ദിവസം മുമ്പായിരുന്നു ഇതെല്ലാം. അങ്ങനെ എല്ലാം ഉസ്താദിനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ട് എല്ലാം ടിഫിനിലിട്ടിട്ട് അതിനെ കൊടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ നമ്മൾ നേരെ പോയത് തൊട്ടിലിട്ടുന്ന അടുത്താണ്. തൊട്ടിലിട്ട് നമ്മളെ ഫാമിലീൻ്റെ തന്നെ, നമ്മളപ്പോൾ എൻ്റെ അടുത്തിനെയും പുറക്കും ഫാമിലിയൊക്കെ എല്ലാം അവിടെ തന്നെ ആയതുകൊണ്ട് അവിടെ പോയിട്ട് വന്നതാണ്. അവിടെല്ലാം പോയിട്ട് ചോറെല്ലാം വെച്ചിട്ട് കുറേ ബിസി ആക്കിയിട്ടായിട്ട് അതെന്നെ വേറുന്നുണ്ട് അതിനാണ് വീഡിയോ. യൂട്യൂബ് അങ്ങനെ ഇങ്ങനെ എന്നുള്ള ചെല്ലിട്ട് വീഡിയോ നോക്കലുണ്ട്, ഇരുന്ന കണ്ടില്ല അങ്ങനെ ഓരോ ഇറക്കൽ അങ്ങനെ ഇങ്ങനെ ഇതെല്ലോ പറയുന്നറിഞ്ഞവരെല്ലാം. അങ്ങനെ എല്ലായിടത്തും കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ ഇതാണ് എൻ്റെ കുഞ്ഞാന്ന്. അപ്പം നല്ല ഒരുമാതിരി മുട്ടിലുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടോ കരിച്ചിൽ തുടങ്ങുന്നതിന് നമുക്ക് പോയിറന്നിട്ട് ഒരിക്കൽ നല്ല മംഗല കളിക്കും, ഒരിക്കൽ ഭയങ്കരത്തിൽ കയറി വണ്ടിയിലെല്ലാം കയറിയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പാത്രമെല്ലാം കാട്ടുന്നുണ്ട് എടുത്തോന്നല്ല സെറ്റ് അങ്ങനെ. അപ്പോൾ ഇത് ഓളമക്കളും ഓരോ മക്കൾക്കെല്ലാം പിള്ളമാർക്കെല്ലാം ചോറ് വായിക്കിടുന്നുണ്ട്. അപ്പോൾ ഓളെ കുഞ്ഞ് ചോറ് മേങ്ങുന്നില്ല എന്നല്ല ചിലട്ട് എന്തെല്ലോ കാട്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതെല്ലാം ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് തിന്നാൻ ഭയങ്കര മടിയല്ലേ അല്ലേ. അങ്ങനെ ഇങ്ങനെ കാക്ക കൊയില് എന്തെല്ലോ ചെല്ലിട്ടിടാം പുറത്ത് തന്നെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ നമുക്കൊരു വീഡിയോ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിള്ളമാർതെല്ലാം എടുത്തതാണെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ നമുക്ക് തൊട്ടിലിട്ടെല്ലാം കുഞ്ഞിൻ്റെ സ്റ്റേജെല്ലാം കണ്ടേ. അപ്പോൾ ഞാൻ തന്നൂനോട് പോയിട്ട് എടുത്തിട്ട് വലിയ വീഡിയോ അവളുമ്പോൾ അത് ചരിച്ചിട്ട് പിടിച്ചിട്ട് എടുത്തിട്ടാണ് ഞാൻ നേരെ കിട്ടിയിട്ടാ. നല്ല വൈറ്റ് സ്റ്റേജായി, നല്ല അടിപൊളിയായിട്ടുണ്ടായി. അങ്ങനെ അടുത്ത ബിരിയാണി ഒരിക്കലും സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വന്നിന് വേഗം വന്നത് നമുക്കിവിടെ വേറൊരു മംഗലത്തിന് പോകാനില്ലേ അങ്ങനെ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇവിടെ പോയിട്ട് ഞാൻ ബാബിയോടും മണ്ടോ ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ ഓരെല്ലാവരും പോയി, ഞാൻ എനിക്കിടെ ഓർഡർ ഉണ്ടല്ലോ ഞാനില്ല അങ്ങ് പോകുന്നില്ല.
അങ്ങനെ ഞങ്ങൾക്ക് പേടിയാണ് ഇവിടുന്ന് പോയിട്ട് അടക്കത്തി രാവിലെ ലേറ്റായി പോകണ്ടെന്നിട്ട് രാത്രിക്കത്തെ ഓർഡറിന് അങ്ങനെ എന്താ പോലെ വേഗം പോയിട്ട് വരാം അങ്ങനെ ഇങ്ങനെ ഇവിടെ നമ്മൾ വെയിച്ചതെല്ലാം അവിടെ വയ്ക്കാനില്ലല്ലോ എന്ന് വെച്ചിട്ട് എന്തെല്ലോ വെച്ചിട്ട് പോയി എന്നിട്ട് നമ്മൾ തൊട്ടിലിട്ടുന്നായിരുന്നു വരുന്നത് നമ്മളെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ഗ്രൗണ്ട് കടന്നങ്ങനെ അങ്ങനെ അപ്പോൾ ചെല്ലുണ്ട് ഇനി പറഞ്ഞ മാറ്റിയെങ്കിൽ പനിയാവും ഇപ്പം എന്നെ പോകാൻ നേരിട്ട് നമ്മൾ ഇടുന്ന നേരെ പെരക്ക് പോയിട്ട് ഒരു വണ്ടി എടുത്തിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇത് മൊഗ്രല്ല ഇനി എന്ത് മംഗലത്തിൻ്റെ പോരെ അങ്ങനെ ഒരു കണ്ടത്തിലാണ് ഒരു പന്തലിട്ടിട്ടുള്ളത് പറഞ്ഞാൽ പോരെ കുറച്ച് ദൂരം പന്തൽ കുറച്ച് ദൂരമാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല മജയില്ലേ കണ്ടത്തിൽ മംഗലം എന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വയ്ക്കാൻ ഇതാക്കാൻ എന്ത് നിന്നിട്ടാണ് അവിടെ നേരെ വെച്ചിട്ട് വന്നതല്ലേ വേറെ ഫുള്ളതിന് അങ്ങനെ നമ്മൾ ഒരു പറഞ്ഞതിനൊരിക്കൽ ഒന്നും ഇരുന്നിട്ടില്ലേ. അപ്പോൾ അടാച്ചൊക്കെ നല്ല വെള്ളപ്പം ചൂടുന്നുണ്ട്. അതിന് ചൂട് വെള്ളപ്പം തരാൻ നോക്കുമ്പോൾ 2 ചൂട് വെള്ളപ്പം തന്നു. അതിന് നമ്മൾ 4 ആൾ ഓഫാക്കിയിട്ട് ഇത്തിരി എടുത്തിട്ട് വന്ന് ബീച്ച പോലെ ആക്കിയിട്ട് വന്നു. നമ്മുടെ നേരെ ബീച്ചിട്ട് പോയതല്ലേ. ഇവിടെ എത്ര ഒരു 3-4 മംഗലത്തിന് പോകുന്നെങ്കിലില്ല ഫസ്റ്റ് ഒരു അടുത്തേക്ക് പോയെങ്കിൽ നമുക്ക് നേരെ ബീക്കാൻ കഴിയുന്നല്ലേ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ എല്ലാവരും ബീച്ചിട്ടുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് ബീച്ചിട്ട് ഇവിടെ കാണുമ്പോൾ ഒരു മാതിരിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ. പക്ഷെ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ ഒരു ബേജാറല്ലേ എന്നിട്ട് അങ്ങനെ പോയതാണ് എല്ലാവരും. മൊഗ്രാലിൽ തന്നെ നമ്മളെ മൊഗ്രാലിൽ ചെളയങ്കോട് പള്ളിയില്ല അതിൻ്റെ ഉള്ളിൽ പോകണം. ബാബിൻ്റെ ഫാമിലിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും പോയതാണ്. ഞാനൊരു ചെറിയൊരു വെള്ളപ്പത്തിൻ്റെ ഹാഫ് എടുത്തിട്ട് ഒരു പീസ് ചിക്കൻ ഫ്രൈൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് കഴിച്ചിട്ട് നമ്മൾ വന്ന് ഇവിടെ കഴിക്കാനിരുന്നിട്ട് ഇതിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഉണ്ടോ ഈ കേക്കിൻ്റെ വിളിക്കുന്നത് നമ്മുടെ പെരക്ക് വരുന്നുണ്ട്. കേക്ക് റെഡിയായി ഞാൻ നൽകട്ടെ. ഞാൻ ഫിനിഷ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ബോക്സിൽ മാത്രം ഇട്ടിട്ടുണ്ടായിട്ടാ. അത് കുറച്ച് ദൂരത്തേക്ക് ഉപ്പളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഡെലിവറി ആയി. അതുകൊണ്ട് നല്ല സെറ്റായിട്ട് നിന്നിട്ടില്ല. ഞാൻ ഫ്രീസറിൽ തന്നെ കയറ്റി വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഇനി ഓർ വന്നതിന് ശേഷം ബോക്സ് ആക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വരുന്നുണ്ട്. അവിടെ നിന്നൊന്നില്ല ചെല്ലിട്ട് ഓരവിടെ വെയിറ്റ് ആക്കുന്നുണ്ട് നമ്മളെ പുരയിൽ. അങ്ങനെ എല്ലാവരും വെച്ചിട്ടല്ല അതിന് ശേഷം പിന്നെ ഇവിടുന്ന് പോയതാണ്. അപ്പോൾ ഇവിടെ പോയിട്ടാകുമ്പോൾ അങ്ങനെ പക്ഷേ 2-3 ആൾ തന്നാസ് കിച്ചണല്ലേ നോക്കലുണ്ട് കാണലുണ്ട് എന്നുള്ള ചെല്ലിട്ട് കുറച്ച് ബിസിയെല്ലാം പറഞ്ഞിട്ടതിന് ശേഷം നമ്മൾ അതേ കണ്ടത്തിലെ കൂടിയിട്ട് ബൈലോട്ടി വരുന്നുണ്ട്. വരുമ്പോൾ പുതിയ ആപ്പളുണ്ടവർ വരാനതിന് നമ്മൾ പോകുമ്പോൾ ലേറ്റ് ആയിനല്ലോ. അപ്പോൾ ഓർക്കുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തല കിട്ടുമ്പോൾ നമ്മൾ തന്നെ ഒരു ജോബിൻ്റെ ഭാഗമല്ലേ ഇതല്ലോ. ചിക്കനെല്ലാം നല്ല പാങ്ങല കുളിപ്പിച്ച് കിടത്തി കഥ കിടത്തി നല്ല പാങ്ങല പൗഡർ മയ്യെല്ലാം ഇട്ടിട്ട് അങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് റെഡിയാകുന്നുണ്ട്. അപ്പുറത്തെ ചോറ് ദമ്മിലിട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് വേറെന്തോ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നോക്കിയിട്ടായതിന് ശേഷം ഇല്ലേ പിന്നെ നമ്മൾ നേരെ വന്നു അവിടെ കേക്കിന് വെയിറ്റ് ആക്കുന്നതെന്ന് വിളിച്ചിട്ടേ അങ്ങനെ ഫിനിഷ് ആക്കിയിട്ട് പോയിട്ടുണ്ട്. അതിന് അങ്ങനെ ഞാനൊന്ന് പുറത്തെടുത്തിട്ട് പെട്ടെന്നൊന്ന് വീഡിയോ ഒരു ഇത്തിരി എടുത്തിട്ടായതിന് ശേഷം ഇല്ലേ അത് അപ്പുറത്ത് ബക്കറ്റ് കാണുന്നത് എന്ത് സംഭവം അറിയോ ഞാൻ പഠിക്ക് മേങ്ങിയതാണ് 3 മെയിൻ. അതിൻ്റെ ഈ പാത്രം എല്ലാം കയറ്റിടാൻ വേണ്ടിയിട്ട് കുറേ പാത്രമാണെന്നില്ല എൻ്റെ അല്ലേ. അത് നല്ല പാങ്ങാന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെയുള്ള ബക്കറ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിക്കാം. നല്ല യൂസാണ് നമുക്ക് മേങ്ങിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടായി പിന്നെ ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ വന്നിട്ടെല്ലായിട്ട് ബെൻത്തിരിയെടുക്കാൻ കഴിഞ്ഞിട്ട് നെയ്ച്ചോറും ചിക്കൻ കറീൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടായതിന് ശേഷം നമ്മുടെ അനിയത്തിൻ്റെ വന്നിന് കാവുത്തലിൻ്റെ പരിപാടി ഇല്ലേ. അങ്ങനെ ഉള്ള രാത്രി എല്ലാവരും വന്നിട്ട് വിളിച്ചിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്ന് പോയിട്ടുണ്ടായി. ഒരു ദിവസം മുമ്പാണ് കാവുത്തിയത്. അപ്പോൾക്ക് ഏട്ടത്തിയോരെല്ലാം പോയിട്ടുണ്ടായി. നമുക്കിവിടെ തിരക്കുണ്ടല്ലോ ഞാൻ പോയിട്ടാ രാത്രി തന്നെ പോകാനായിട്ട്. അപ്പോൾ കാവുത്തിയിട്ടെല്ലാം വന്നിട്ടായതിന് ശേഷം രാത്രി നമ്മൾ എല്ലാവരും പോയതാണ് വന്നതിന് ശേഷം. അപ്പോൾ ഇത് ഉള്ള ഉമ്മയാണ് മാപ്പിളുടെ ഉമ്മ. പാല് നാളത്തേക്കുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. പാല് വെജിറ്റബിൾസ് അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാ ഐറ്റം കൊടുന്നതിന് അതിനെ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് ഫ്രിഡ്ജിലും സ്റ്റോർ റൂമിൽ വെക്കുന്നതിന് സ്റ്റോർ റൂമിൽ പുറത്ത് വെക്കുന്നതിന് പുറത്ത് അങ്ങനത്തെ എല്ലാ സംഭവം നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം മുമ്പ് തന്നെ പൂർത്തിയും ബൈത്തെല്ലാം ഉണ്ടായി. ഉസ്താദന്മാരെല്ലാം വിളിച്ചിട്ട് അങ്ങനെ അതെല്ലാം മഷാല്ലാ നടക്കുന്നുണ്ട്. ഇതെന്തോരം വെച്ചാന്ന് കേൾക്കാൻ. അപ്പോൾ ചെറിയ പിള്ളമാർ ബൈത്ത് ഇങ്ങനെ പാടുന്ന ഒന്നിച്ചിട്ട് കേൾക്കാനല്ലേ നല്ല പങ്കുണ്ട്. ആര് നമ്മിങ്ങനെ കേട്ടിരുന്നോ അറിയാതെ അങ്ങനെ നല്ല പാങ്ങല് ഒരു പാടുന്നുണ്ട്. അതിശയനൂറ് പൊഴിക്കുന്ന അമ്പിയ രാജ റസൂലുള്ളാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറു
അപ്പോൾ ഈ മുത്തലിമീങ്ങളെല്ലാം ഓത്തും ബൈത്തും പാട്ടെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ ഓർക്കുള്ള ചോറും കറി എല്ലാം ആയിട്ടായതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കഴിച്ചതാണ് ഫുഡെല്ലാം. അപ്പോൾ നെയ്ച്ചോറ് കറി പത്തല് വെള്ളപ്പം പത്തലല്ല പൊറോട്ടയാണ് പെണ്ണതിന് വെള്ളപ്പവും പിന്നെ തോന്നേന് പൊറോട്ടയാ എന്തോ ഓർമ്മയില്ല അതെല്ലാം ആയിട്ടതിന് ശേഷം പിന്നെ നമ്മൾ വിഷയം പറയാൻ തുടങ്ങിയില്ലേ. ഞാൻ ഈ ഏട്ടത്തിൻ്റെ മോളെല്ലാം കോഴിക്കോട് നിന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും വിസിയാക്കുന്നുണ്ട്. ഓളെ ഓളെ മച്ചുഞ്ചിയാണ്. ഓക്കെ അനിയത്തിക്ക് 2 മച്ചുഞ്ചും ഒരു 2 2 പെണ്ണും. അപ്പോൾ 2 മച്ചുഞ്ചി ഒരു ചാനോളോടെ എന്തോ പണിയിലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ഇങ്ങനെ വിഷയവും ഇങ്ങനെ സ്റ്റോറി എല്ലാം പറയുന്നുണ്ട് എല്ലാവരും. നമ്മളെ ഫാമിലിയും ഒന്നിച്ചിട്ട് കൂടുമ്പോഴേക്കില്ലേ ഓരോരോ സ്റ്റോറി ചിരിച്ച് നല്ല മജ ഉണ്ടായിന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കൂടുമ്പോൾ നമുക്ക് ടൈം പോകുമെന്ന് അറിയുന്നില്ലല്ലോ. നമ്മളെ പോലെ തന്നെ ഒരേപോലെ എല്ലാം നല്ല വിഷയവും കളിയും ചിരിയായിട്ട് നല്ല മജ എല്ലാം പോയെങ്കിൽ നമ്മളെല്ലാവരും നോക്കും. പക്ഷേ അതെല്ലാം മാപ്പിളുടെ ഫാമിലി അങ്ങനെ നല്ല ഒരു വിഷയവും ചിരിയും കളിയും മോശമല്ലായിട്ട് നല്ല മജ തന്നെയാണ്. അങ്ങനെ അപ്പോൾ ഏട്ടത്തിൻ്റെ മോള് കോഴിക്കോട് നല്ല വന്നിട്ട് ഓളെ അടുത്ത സ്റ്റോറിയെല്ലാം ചെല്ലുന്നുണ്ട്. കഷ്ടപ്പെട്ടിട്ട് വന്നത് അങ്ങനെ ഇങ്ങനെ ശരിപ്പാണ്ടീൻ്റെ ഫംഗ്ഷൻ എന്നിട്ട് വന്നതെന്നല്ല ചെല്ലിട്ട് പിള്ളേരെല്ലാം പുറത്ത് നല്ല കളിയിലുണ്ട്. പൊട്ടിക്ക് നീതാക്കുന്നെല്ലാം ഉണ്ട്. എല്ലാവർക്കും എല്ലാം ചെറിയ മക്കളാണ്. നമ്മളതൊക്കെ ഉള്ളതും അടുത്തേങ്കും ചെറിയ പിള്ളമാരെല്ലാം അങ്ങനെ എല്ലാവരും കളിച്ചോണ്ടും വെടിവെട്ടിച്ചോണ്ടെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട് പോവാം നാളെയും ബൈലോട്ട് വരണ്ടല്ലേ. ലേറ്റായെങ്കിൽ പിന്നെ നമുക്ക് ഉറക്കം ഇത് അങ്ങനെ എല്ലാം പിന്നെ സൗണ്ട് ഉണ്ടാകുന്നില്ല അങ്ങനെ എല്ലാന്നില്ലേ. അങ്ങനെ നമ്മൾ പോയിട്ട് 12 മണിയാകുമ്പോൾ പോയതാണ്. അപ്പോൾ ഇതിയാളെന്തോ മൈലാഞ്ചിട്ടിനെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ മറ്റേ നമ്മളെ ബിഗ് ബിയില്ലേ ചോക്കുന്നത് അതിനെല്ലോട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കി. അത് ഇത് അനിയത്തിൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ മറ്റേതുണ്ട് അതും അങ്ങനെ. പക്ഷേ ഓരോ കുറച്ച് അപ്പുറം ഡിഫറെൻ്റാണ്. അങ്ങനെ ഓരോ രണ്ടാളും നല്ല കളിയിലുണ്ട്. അപ്പോൾ ഈ കാവുത്തലിൻ്റെ വീഡിയോസിൽ എടുത്തിട്ട് വെച്ചല്ല നമുക്ക് ഇടാൻ ടൈം കിട്ടിയിട്ട് ഓർഡർ ഉണ്ടതുകൊണ്ട് ഇത് വീഡിയോസ് ചെയ്യാനിരുന്നെങ്കിൽ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇരിക്കണം. വോയിസ് കൊടുക്കാൻ, അതിന് അപ്ലോഡ് ആക്കാൻ, അതിനങ്ങനെ ദിവസം കുറയ്ക്കാൻ കൂട്ടാൻ ഫാസ്റ്റാക്കാൻ അടുക്ക് ഇതാക്കാൻ എന്തെല്ലാം പണിയില്ലേ. അതാകുമ്പോൾ എന്തെങ്കിലും ഒരു 3 മണിക്കൂറാണ്. അപ്പോൾ ഇരിക്കണമെങ്കിൽ നമ്മൾ ഒരുമാതിരിയുള്ള പണി എല്ലായിടും ഒന്ന് ലെവലാക്കിയിട്ട് വരണം. അങ്ങനെ അതെല്ലാം ഒന്ന് ഒരുക്കിയിട്ട് വന്നിട്ട് അതിന് ശേഷം അല്ലേ ഇങ്ങനെ ഓളിങ്ങനെ വിസ്യം പറയുമ്പോൾക്ക് നല്ല പങ്കുണ്ടോളെ ചപ്പൽ കാണാൻ. അപ്പോൾ ഞാൻ ഇത് കിടന്ന് മേങ്ങി അങ്ങനെ ഇങ്ങനെ നല്ല ചോദിക്കുമ്പോൾ കോഴിക്കോട് നിന്ന് മേങ്ങിയ നല്ലതായിട്ട് കാണിക്കുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ നല്ല മജയുണ്ട്. എനിക്ക് കറക്റ്റ് സൈസാണ് ഞാൻ ഇതൊന്ന് നീ ഇനി വരുമ്പോൾ കുറേ ലേറ്റാന്നില്ല നീ ഒന്ന് കൊറിയർ അയക്കണം എന്നുള്ള ചെല്ലിട്ട് അയക്കാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വിസ്യാക്കുന്നുണ്ടായിന്. നല്ല ഭംഗിയില്ല ചപ്പൽ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോ. ഞാൻ മറ്റേ ക്രോക്സിൻ്റെ ഒരു സൈസ് ക്രോക്സ് അല്ല അതിൻ്റെ ഒരു എന്താ ആ ഒരു അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നിട്ടായതിന് ശേഷം ഇല്ലേ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ അനിയത്തിൻ്റെ പോകേണ്ടത്. അപ്പോൾ രാവിലെ എന്ത് കഥയെന്ന് അറിയോ, പിന്നെ ഒരു അനിയത്തിൻ്റെ അനിയത്തി റയ്യോലിട്ടുണ്ട്. ഓളെ പേർക്ക് കുറ്റിയടിക്കാൻ വരുന്നത് നിന്ന് തങ്ങൾ. അപ്പോൾ തങ്ങ വരുമ്പോഴേക്ക് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഓരോരാൾ ഓരോന്നാക്കി കൊണ്ടുപോയിട്ട് അങ്ങനെ ഞാൻ നെയ്യപ്പം ചുട്ടിട്ട് കൊണ്ടുപോകും. മധുരല്ലേ തങ്ങന്മാർക്ക് ഇഷ്ടമല്ലേ എന്നിട്ട് അങ്ങനെ നെയ്യപ്പം ചുട്ടിട്ട് ഞാൻ കൊണ്ടുപോകുന്നു. പിന്നെ ഏട്ടത്തി പിന്നെ ഒരു ഏട്ടത്തി പിന്നെ അങ്ങനെ ഓരോരാൾ ഓരോന്ന് കൊണ്ടുവന്നത്. പിന്നെ ഓളാളമ്മാൻ്റെ മേരിയോള് നെയ്പ്പത്തൽ അങ്ങനെ എല്ലാം ആക്കിയിട്ട് മസാല കുറേ ഫുഡ് ഉണ്ടായിനറിയാം അങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ അപ്പം ചുടുമ്പോൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അനിയൻ്റെ മോന് വന്നിട്ട് ഇങ്ങനെ ബിസിയാക്കുന്നുണ്ട്. നെയ്യപ്പം നീ ചൂടോടെ തിന്ന് നല്ല ചെല്ലിട്ട് കൊണ്ട് പാഞ്ഞറിഞ്ഞാ അങ്ങനെ ഒരു വന്നങ്ങ് വേഗം ചോദിക്കും മാതൊടുത്തോന്ന് മാതുറങ്ങുന്നേ അങ്ങനെ എന്തോ ഉണ്ടായിന് അങ്ങനെ. അപ്പോൾ അതാ ഞാൻ നെയ്യപ്പം ചുട്ടെടുക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ 9:10 മണി എന്തോ ആയിന്. പിള്ളമാർ സ്കൂളിലെല്ലാം വിട്ടിട്ടായതിന് ശേഷം ഇല്ലേ നമുക്ക് പോകാന്നിട്ട് ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഓരോന്ന് നല്ല സോഫ്റ്റ് നെയ്യപ്പായിട്ടുണ്ട്. ഓരോന്ന് ഞാനിങ്ങനെ എടുത്തിട്ട് ചുടുപാത്രത്തിൽ ഇടുന്നുണ്ട്. അപ്പോൾ തന്നക്കും മീനൊക്കെ ടിഫിനിലേക്കല്ലേ തന്നെയാണ് കൊടുത്തത് നെയ്യപ്പം ചുട്ടിച്ച് അങ്ങനെ. ഫസ്റ്റ് വെള്ളം കൂടുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് ഉറപ്പ് പോലെ അതിനായി നടുവിൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ വെള്ളം ഒരു സെപ്പറേറ്റ് ആയെങ്കിലേ അതിൻ്റെ ഉള്ളിലത്തെ ബാറ്ററിയിൽ നടുവിലത്തെ ബാറ്ററി കുറച്ച് കട്ടിയുണ്ടാവും. ഒരു 2 അപ്പം അങ്ങനെ ആയിട്ടുണ്ടായിന്. അപ്പോൾ അതിന് മച്ചുഞ്ചിൻ്റെ റയ്യൻ്റെ മച്ചുഞ്ചി കേട്ടിട്ടാകുമ്പോൾ ചെല്ലുണ്ടായി. വീഡിയോയിൽ ചെല്ലണാ നെയ്യപ്പം ഉറപ്പായത് ചെല്ലണ നല്ല അതിനൊന്ത് ചെല്ലാൻ പോണ്ട. നീ കമൻറ്റ് ഇട്ടാൽ മതി നല്ല അടിപൊളി എന്നിട്ടല്ലേ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടായതിന് ശേഷം നമ്മൾ അപ്പെല്ലാം ചുട്ടിട്ടായിട്ട് പോകുന്നുണ്ട്. ഇതിനോള് കുറ്റിയടിക്കുന്നത് കൊപ്പളത്താന്നുള്ള മാപ്പിളുടെ ആടെ നോർബൾപ്പിൽ. അപ്പോൾ കുമ്പോൽ തങ്ങ കാഞ്ഞ് അങ്ങനെ എന്തോ കൊടുത്തിന്. അപ്പോൾ തങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞില്ല അങ്ങനെ എന്തോ പറഞ്ഞിട്ട് തങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ വന്നതാണ്. അങ്ങനെ ഒരു 10 മണിക്ക് വരുന്നെന്ന് പറഞ്ഞിനെ. 10 മണിക്ക് ഏകദേശം 11-11:30 മണി എന്തോ ആയിരുന്നു വരുമ്പോഴേക്ക് നമ്മൾ 10:30 മണിയാകുമ്പോൾ പോയിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് വന്നിട്ട്
കുറ്റി അടിച്ചിട്ട് പോയിട്ടല്ല അതിനാന്ന് തോന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾക്ക് തങ്ങളെ വെയിറ്റ് ആക്കുന്ന തന്നെ ഉണ്ട്, വന്നിട്ടൊന്നുമില്ല. അങ്ങനെ അടിയിലെ കൂടിയിട്ട് ആ മറ്റേ പാലത്തിൻ്റെ അടിയിലെല്ലാം കൂടിയിട്ട് പോണവർക്ക് അങ്ങനെ പോയിട്ട് അടുക്കെത്തി നോക്കുമ്പോൾ കട എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ആക്കുന്ന തന്നെ ഉണ്ട്, തങ്ങളെ വന്നിട്ടില്ല എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോസെല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇവിടെ പോയിട്ട് ഇപ്പോൾ വൈകുന്നേരം ഇനി ബൈലോട്ട് എത്തിൻ്റെ ഇനി ബർത്ത്ഡേ അങ്ങനെ അതുണ്ട്. പിന്നെ അതിലേക്ക് ഇടാനുള്ള ഡ്രസ്സ് സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ട് അവിടെ ഷോപ്പിലെല്ലാം ഉണ്ട്, അത് മേങ്ങാനുണ്ട്, എന്തെല്ലോ പണിയുണ്ട്. അപ്പോൾ നമ്മുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാന്നിട്ട് പോയി നോക്കുമ്പോൾ അവിടെ ഫുള്ള് ഫുഡും കാര്യങ്ങളും ഇതെല്ലാം ആയിട്ട് വരാനേ വിടുന്നില്ല. ഇനി എത്തി ഫുള്ളൊന്ന് സെറ്റായിട്ട് അതിന് ശേഷം ബയ്യ പോകാമെന്നുള്ള വെച്ചിട്ട് അങ്ങനെ നമ്മൾ തങ്ങ വന്നിട്ട് പോയിട്ടായിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ബിസിയാക്കിയിട്ട് നാസ്റ്റെല്ലാം ആക്കിയിട്ടായിട്ട് പിന്നെ ബയ്യ വന്നതാണ്. അങ്ങനെ അനിയത്തിൻ്റെ തറവാട് കൊപ്പളത്ത് നല്ല മജയുണ്ടായിരുന്നു. അറിയാം ഒരു 3 നാൾ ഒന്നിച്ചിട്ടെല്ലാം ഉണ്ട്. നമുക്ക് റംസി അനിയൻ്റെ ഉള്ളു, സജിനൊരു അനിയൻ്റെ ഉള്ളു, ഓളെല്ലാം ആയിട്ട് ഒരേപോലത്തെ പുള്ളമാറ പോലത്തെ അല്ലേ ഒരേപോലെ ആയിട്ട് നല്ല മജയുണ്ടായിന്. അന്ന് നമ്മൾ വന്നെങ്കിലും മാത്രം ഇപ്പോൾ അനിയൻ്റെ ഓളില്ല, റംസി ഓള് കാക്കാൻ്റെയാ അങ്ങനെ മോളതായിരുന്നു മംഗലം വന്നിട്ട് അവളങ്ങനെ പോയിട്ടുണ്ട്. ഉള്ളില്ലാതെ ഭയങ്കര പോറാന്ന് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നല്ല നമ്മളാണ് കണ്ട് പിച്ചം പറഞ്ഞോടെ നല്ല മജയുണ്ടാകും അങ്ങനെ. അപ്പോൾ അതവിടെ ഊഞ്ഞാലെല്ലാം ഇട്ടിട്ടുണ്ട് കിച്ചണിൽ, അതിലിങ്ങനെ വലിക്കോ കുഞ്ഞിനാട്ടുന്നുണ്ട് മഹദിന്. അപ്പോൾ അതാ എല്ലാം കുറച്ച് കാണുങ്ങെല്ലാം വന്നിന്. അളപ്പ ഉണ്ടായിന്, എൻ്റെ മാപ്പിളെ അസർപ്പൊളിയ ഏട്ടത്തിൻ്റെ മാപ്പിള, പിന്നെ ഓളെ മച്ചുന്, പിന്നെ വേറെ ആരോ ഉണ്ടായിന് കക്കയാരോ, പിന്നെ ആരുണ്ടായിന്, പിന്നെ നമ്മളാങ്ങളുടെ കാക്ക ഉണ്ടായിന്. അങ്ങനെ എല്ലാവരും മഷാല്ല എല്ലാവരും പോയിട്ട് കുറ്റടിക്കുന്നതും ദ്വാരക്കുന്നതും തങ്ങളെ കൊണ്ടുപോകുന്നതും സ്ഥലം കാണിക്കുന്നതും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരേട്ടുന്ന ഒരു കുറ്റിയടിക്കുന്ന അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഭയങ്കര ഒരു നമുക്ക് മറക്കാനാവാത്തൊരു സംഭവം അല്ലേ. എന്തോ ഒരു നമ്മളിപ്പോൾ ഇത് കുറ്റിയടിച്ചിട്ടാകുമ്പോൾ തുടങ്ങുന്നു നമ്മൾ ഇനിയിപ്പോൾ എൻ്റെ സ്വപ്നം കാണാനല്ലേ, അങ്ങനെ കെട്ടണോ ഇങ്ങനെ കെട്ടണോ അങ്ങനെ മാറ്റണോ ഇങ്ങനെ ആക്കണം എന്നെല്ലാം ആടെ അത് വരണം ഇവിടെ ഇത് വരണം എന്നെല്ലിട്ട്. അപ്പോൾ ഈ കുറ്റിയടിയും തങ്ങളും ഇതെല്ലാം കാണുമ്പം കൻ്റെ പേരിൻ്റെ ഇതാണ് ഓർമ്മ വരുന്നത്. ഞാൻ കുറ്റിയടിച്ചിട്ട് ഇങ്ങനെ തറയിട്ടിട്ട് കെട്ടോളില്ലേ, ഞാൻ ഈ രാവിലെ എണിക്കുന്നേ മുമ്പെല്ലാം, അപ്പോൾ ഓർഡറും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ രാവിലെ എണിച്ച് നിസ്കരിച്ചിട്ട് ഓതിട്ടില്ല, എന്ത് പണിയില്ല രാവിലെ. ഇവിടെ എല്ലാവരും നിസ്കരിച്ചിട്ട് ഉറങ്ങിയിട്ട് പയ്യെ എണിക്കുന്നിട്ട് 8 മണിയാകുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ബൾപ്പിലെല്ലാം നടക്കും, ഈ തറയിട്ടേരുത്തും തറ ഫില്ലാക്കിയിട്ടാകുമ്പോൾ ചുമര് കെട്ടിയിട്ടാകുമ്പോൾ അല്ലേ സ്വീസ്കച്ച പാടി ഞാൻ ഇങ്ങനെ വന്നിട്ട് ഒന്ന് ചുറ്റിട്ടിട്ട് നോക്കിയിട്ടല്ലോ പോരാന്ന് ഞാൻ എപ്പാന്നത് അപ്പാന്നത് ഇങ്ങനെ കാത്തിട്ട് അൽഹംദുലില്ലാ വയ്യാന്ന് റെഡിയായത്. അങ്ങനെ തങ്ങ കുറ്റിയെല്ലാം അടിച്ചിട്ടുണ്ട്. ഒരാളെ മുട്ടണോ ഇതെല്ലാം നമ്മളൊരു ഒരു പിരിസത്തിൽ എല്ലാവരും ഒരു മുട്ട കൊടുക്കുന്നുണ്ട്. എളപ്പ ആങ്ങളെ മച്ചുവിന് ഇതോൻ്റെ കക്കയെന്ന് ഫറാനൻ്റെ ഉപ്പ അങ്ങനെ എല്ലാവരും ഒരു മുട്ടും തട്ടെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം പിന്നെ ആണുങ്ങ ഫുഡ് കഴിച്ച് നാസ്റ്റാക്കിയിട്ടെല്ലാം അതിന് ശേഷം തങ്ങളെല്ലാം പോയിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ടായി നോക്കാൻ. അപ്പോൾ എല്ലാവരും ഒരു മുട്ടും തട്ടും കൊടുത്തിട്ട് ഇപ്പോൾ ചെറുതുണ്ട് ആ കുറ്റി കാണാതാവില്ല ഇങ്ങനെ തട്ടി അങ്ങനല്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തങ്ങൾ ദുആ ചെയ്തിട്ട് അതിന് ശേഷം നാസ്റ്റാക്കാൻ വന്നതാണ്. ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിലില്ല ഞാൻ 3 ഓർഡർ അടിച്ചിട്ട് പകുതിന് പോയി അറിഞ്ഞാൽ ഒരിക്കൽ ബീഫ് കറീൻ്റെ ഓർഡർ ഉണ്ടായിന് ഫ്രീസറിൽ വെച്ചിട്ട് ഗൾഫിലേക്കുള്ള. അങ്ങനെ അതിൻ്റെ ഫോൺ വെച്ചിട്ട് ഓറൊക്കെ റൂട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഓറും വന്ന് എത്തി പോരാ ഇതെങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഒരിക്കൽ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടായിട്ട് ഗൾഫിലേക്ക് തന്നെയുള്ള പൊരിയപ്പത്തിന് വേറെ ഓർഡർ ഉണ്ടായി. അങ്ങനെ വന്നിട്ട് ഓർക്ക് കൊടുത്ത് പിന്നെയും അണിച്ചിട്ട് പോയി. ആയിരുന്നേലേ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇതാണ് ആയിരുന്നിട്ട് അണിച്ചിട്ടാവില്ല ഒരു വോയിസ് കൊടുക്കുന്നതിന് ഒരു ഫ്ലോ പോകുന്ന പറഞ്ഞാൽ. അങ്ങനെതാ അനിയത്തിൻ്റെ നല്ല മസാല അടിപൊളി ഫുഡ് എല്ലാം റെഡിയാക്കിന്. നെയ്യപ്പം സമൂസ മേക്കാച്ചി പിന്നെ കുക്കറപ്പം ഉണ്ടായിന്, ഇടിയപ്പവും പാല് പിന്നെന്താ പൊറോട്ട നെയ്പ്പത്തിൽ ഓരോരായിരുന്നു കൊടുന്നതാണ്. ഇടിയപ്പം പാല് നമ്മൾ ആങ്ങളുടെ വീട്ടിൽ നിന്ന് കൊടുന്നത്, നെയ്പ്പത്തിൽ ഒരാളമ്മാൻ്റെ മോള് കൊടുന്നത് മെരിയോള് ചുട്ടിട്ട് കൊടുക്കുന്നത്, നെയ്യപ്പം ഞാൻ കൊണ്ടുവന്നത്, പിന്നെ ബേക്കാച്ചിയും പിന്നെന്തുണ്ടായിനെ കുക്കറപ്പോൾ ഏട്ടത്തി കൊണ്ടുവന്നത്. അങ്ങനെ ഒരാളെ 10 അനിയത്തി തന്നെ ചുട്ടത്. പിന്നെ പൊറോട്ട പുറത്തുനിന്ന് മേങ്ങിയ അങ്ങനെ പക്ഷേ അത് നല്ല ഉണ്ടായിന്, ടേസ്റ്റ് ഉണ്ടായിന്. മട്ടൻ കറിയും ബീഫ് കറിയും ചായയും സംഭവങ്ങളെല്ലാം ആയിട്ട് നല്ല മജയുണ്ട്. കിച്ചണിൽ നല്ല ഒലിച്ചുണ്ട്. പണ്ടോളം മംഗലഞ്ഞ പാടുണ്ടായിന്. ആ ഒരു മജായി ഞാൻ പറയുന്നുണ്ട് അങ്ങനെ നല്ല മജയുണ്ടെന്ന്. ഇതിൽ 2 ആൾ വന്നിട്ടുണ്ടായിട്ടോളെ മൈമൂനാവും സെപ്പിയാന്ന് 2 മച്ചോറ് ഒരെണ്ണം നല്ല മജയാന്ന്. നമുക്ക് ആ ഒരു ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ടോ ഞാൻ. അതിപ്പോൾ ഞമ്മ കൂടിയെങ്കിൽ അങ്ങനെ ഇടത്തിന് ചേറ് കൂടിയെങ്കിൽ അതങ്ങ് ഒന്നില്ലെങ്കില്ല ഒരു കുറവാട് തന്നെ ഉണ്ടാകുന്ന ഒരു കിരക്കരാണ്. നമുക്ക് എല്ലാവരും ഒത്തുകൂടിയിട്ടാൽ ഒരു മജ തന്നെയാണ്. അവർക്ക് നോമ്പുണ്ട്, ഒരാളെ പണിക്കാറുണ്ട് പൊരയിൽ, അങ്ങനെല്ലാം ആയിട്ട് 2 ആൾ വന്നിട്ടുണ്ടായിട്ട് അങ്ങനെ തങ്ങളെല്ലാം വന്ന് ഇതുവായിരുന്നിട്ടെല്ലാം ആയിട്ട് പോയിട്ടായതിന് ശേഷം ഇല്ലേ നമ്മൾ ചെറുതുണ്ട് തങ്ങ പോയിട്ടായിട്ട് വേണം നമുക്ക് പോയിട്ട് കുറ്റടിക്കാൻ വയലോട്ട് തട്ടാനും മുട്ടാനും എന്നെല്ലാം. അങ്ങനെ അനിയത്തിൻ്റെ മോൻ്റെ ഫാരിസിൻ്റെ ഫോൺ കൊടുത്ത് തന്നി ഫുള്ള് വീഡിയോ എടുത്തിട്ട് വെക്കുക എന്നിട്ട് ഓനെല്ലാം വീഡിയോ മാഷാല്ല എടുത്തിന്.
തങ്ങളാണുങ്ങളെല്ലാവരും കുറ്റിയടിച്ചിട്ടായിട്ടില്ലേ. പിന്നെ അതിന് ശേഷം ഒരു ഉമ്മ അവളുടെ പെങ്ങൾ ചെറിയ പെങ്ങൾ അവരെല്ലാവരും അടിച്ചിട്ട് അതിന് ശേഷം ഇല്ലേ അനിയൻ്റെ ഓള് ഞാൻ എല്ലാവരും അടിച്ച് ഞാൻ ഏട്ടെത്തിയേ അവൻ്റെ മോനടിച്ച് ലാസ്റ്റ് മോളടിച്ച് എല്ലാവരും അടിച്ചിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളിലോട്ട് വന്നതാണ്. അപ്പോൾ ഒരാടെ നടന്നോ ഫാമിലീൻ്റെ അടുത്ത് പുകിരിയെല്ലാം കൊണ്ടുവന്നിന്. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ടായിട്ട് പിന്നെ നമ്മൾ ഫുഡെല്ലാം നാസ്റ്റെല്ലാം ആക്കിയിട്ടായിട്ട് അതിന് ശേഷം അവിടെ നിന്ന് വന്നതായിന്. ഇത് വന്നിട്ടായിട്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഓർഡർ ഉണ്ടായിന് കൊടുക്കാൻ. ആ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തിരക്കാക്കുന്നുണ്ട് പോവാം ഓർഡർ ഉണ്ടായിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നാസ്താക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വന്നിട്ട് അതിന് ശേഷം ഞാൻ പോയിട്ട് ഡ്രസ്സെല്ലാം സെറ്റാക്കിയിട്ട് വന്നത്. അപ്പോൾ അനിയത്തിൻ്റെ അതിനായിട്ടിട്ട് ഡ്രസ്സ് കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അതിനെ ഇടുന്നതെല്ലാം. അത് കുമ്പളയെന്നാണ് മേങ്ങിയത്. അപ്പോൾ അതാണ്. അപ്പോൾ നാളെ നമ്മൾ പരിപാടിക്ക് പോകാനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ഒക്കെ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. നിങ്ങൾ ലൈക്ക് കമൻ്റ് എല്ലാം ഇട്ടിട്ടാകുമ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ്. അങ്ങനെ പിള്ളമാരെല്ലാം ചപ്പൽ വെച്ചിട്ടാകുമ്പോൾ തന്നുവിൻ്റെ ഷൂല് നല്ല മണ്ണുണ്ട്. അപ്പോൾ തന്നുവിനെ ഞാൻ കൊടുത്തിട്ട് ഞാൻ നല്ല പാങ്ങലെ നീറ്റാക്കിയിട്ട് കയറ്റി കൊണ്ടുപോകാൻ തന്നെ എന്നെ വിളിക്കുന്നുണ്ട്. പോകാനുള്ള റെഡിയിൽ ഒരുങ്ങുന്നുണ്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് അതിന് ശേഷം. അങ്ങനെ അപ്പോൾ ആ ഷൂ പോകാൻ ബേജാറോടെ പോകുന്നുണ്ട്. ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ്, കയറ്റ് ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ ഭയങ്കര ബേജാറാണ് ഞാൻ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളമാർ ഒരു ഇതല്ല അല്ലേ. അങ്ങനെ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് മഹതെല്ലാം നല്ല അടിപൊളിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനും മക്കളും മാപ്പിളയും എല്ലാവരും കൂടിയിട്ട് പോകലാന്ന് പരിപാടിക്ക്. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.